ഹലോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. ഞാൻ ഇന്ന് പുട്ട് അവിക്കാൻ പോവുകയാണ്. അപ്പം ഇത് 2-3 സൈസ് പുട്ട് വേണം. അങ്ങനെ പുട്ട് സാധാ പുട്ട് അവിച്ച്, പിന്നെ അതിന് ശേഷം എന്താ ക്യാരറ്റ് പുട്ടാണ്, അതവിച്ച്. ഇനി ഇതാ ബീട്രൂട്ട് പുട്ടിന്, അങ്ങനെ ബീട്രൂട്ട് പുട്ട് വാരിയിട്ട് അടുപ്പിലോട്ട് വെക്കാൻ പോകുന്നു. പിന്നെ ഞാൻ വിചാരിക്കുകയും ചെയ്ത് ഇത് കുറവാണല്ലോ. അല്ല, അത് വാരി വെച്ചല്ലോ, കുറ്റിയിൽ വാരി വെച്ച്. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഇട്ട് വെച്ച്, ഇനി ചായ ഇടണം. അപ്പോൾ ഒരടുപ്പിൽ പുട്ടിന് വെച്ചിട്ടുണ്ട്, ഇനി ചായ ഇടാം. ക്യാരറ്റ് പുട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അല്ലല്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പഴം കൂട്ടി കഴിക്കുമ്പോൾ പക്ഷേ ഇതേ നമുക്ക് തിന്നാ ഒരു കാര്യമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ക്യാരറ്റൊക്കെ ശരീരത്തിൽ ചെല്ലിയല്ലേ, നല്ല രസമുണ്ട്. ചെറുതൊന്നുമില്ല. നമ്മൾ കടയിലൊക്കെ ക്യാരറ്റ് പുട്ടുപൊടിയായിട്ട് തന്നെ ഉള്ളു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ല നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നല്ല ഹെൽത്തി അല്ലേ? എനിക്കിനി ഇങ്ങനെ മതി. പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കഷ്ണമാക്കിയിട്ട് എടുത്ത് മിക്സിയിൽ ജാറിൽ ഇടുമ്പോഴത്തേക്ക് അത് ആടി വരില്ല. അത് ആടി വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്തിരി തോനെ ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ചായക്ക് തേയില ഇടാം. തേയില ഇട്ടതിന് ശേഷം ഞാൻ കൂടെ തന്നെ പഞ്ചസാര ഇടും. 2 സ്പൂൺ പഞ്ചസാര ഇടാം. കടുപ്പം വേണോ? ചായ കുടിക്കുമല്ലോ പുട്ടിൻ്റെ കൂടെ, ഇച്ചിരി കൂടെ കടുപ്പം ഇടാം. എനിക്ക് കടുപ്പം കുറച്ച് മതി. ഇപ്പം കടുപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഇട്ട് ആവി വന്നില്ല. നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റി. സാധാ പുട്ടേ, മോന് സാധാ പുട്ട് മതി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇതിങ്ങനെ അവിച്ചോണ്ട് നിന്ന് കുറച്ച് വെള്ളേ വെച്ചോളായിരുന്നു. അവിച്ചോണ്ട് നിന്നപ്പോൾ കാണാം കുറ്റിയിൽ ഒരു ശബ്ദം കേൾക്കണം. വെള്ളം വറ്റിപ്പോയി, വെള്ളം കരിഞ്ഞു കുടിച്ച്. രണ്ടാമത് വെച്ചാൽ പുട്ട് ആവി വരുന്നില്ല, കരിഞ്ഞു പിടിച്ച്. ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിനെ വെച്ചോളൂ, അവന് അത്യാവശ്യത്തിന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോ അതിനകത്ത് ആരാ കിടന്ന് കൊട്ടും കണക്കും ഒരു ബഹളം കേൾക്കണം. എല്ലാം കൂടെ കത്തി പിടിച്ചെങ്കിൽ ആ കുറ്റിയെല്ലാം കൂടെ പിന്നെ വാരി വെച്ച് വെള്ളം വീട്ടി. അല്ല, അങ്ങനെ ആവും. ചിലരങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോ പാലൊഴിച്ചു കൊടുക്കാം. അത് കട്ടിയാണൂല്ലേ? പക്ഷെ മുരളിയുടെ പാല് എനിക്ക് പക്ഷെ ഇപ്പോൾ ഭയങ്കര വെള്ളം വെച്ച് ഞാൻ 3 ഗ്ലാസ് വെച്ച്. എന്ന് പറഞ്ഞാൽ പുട്ടായതുകൊണ്ട് ചായ വേണമല്ലോ. കട്ടിയില്ലല്ലോ. തോനെ കട്ടിയായ എനിക്കിപ്പോൾ ഭയങ്കര പാടാണ് കുടിക്കാൻ. കട്ടി കുറച്ചിട്ടാലേ എനിക്ക്. ഒരു ചെറിയ ഗ്ലാസ്സിന് ഇതിന് 3 ഗ്ലാസ് വെള്ളം, കുഞ്ഞു ഗ്ലാസ് അല്ലേ. പിന്നെ അത് അവിടെ കിടന്ന് തിളക്കിയിട്ട് പുട്ടാവി വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത പുട്ട് പാത്രത്തിലോട്ടാക്കാം. ചൂടേ അത് അടുത്തത് പാത്രത്തിലോട്ടാക്കാം. ഇത് ബീട്രൂട്ടാണ്, ചുമന്ന പുട്ടാണ്. ഓ യെസ്, റെഡ് പുട്ട് പൊളി. കണ്ട നല്ല ആവി ഇറക്കണണ്ട. പൊട്ടി തെറിച്ചല്ലേ? ഇന്നെന്താ രണ്ടാമത്തെ കണ്ട വെള്ളം ഇല്ല, വീണ്ടും ഇങ്ങനെ ആയി. നല്ല കരിഞ്ഞ വേണം. ഇങ്ങനെയാണ് പുട്ട വയ്ക്കുക. അടുപ്പിൽ വെച്ചിട്ട് നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചായ
ചായക്കും പണി ഇത്ര വെള്ളം മതി അമ്മക്ക് ഒഴിച്ചത്? ഇനിയിപ്പോ ഇച്ചിരിയല്ലേ ഉള്ളൂ. ചായക്ക് പണി കിട്ടി. അടുപ്പിൽ കൂടെ പൊങ്ങി. അതാ നല്ല പുതിയ അടുപ്പല്ലേ, നശിച്ച്. അടുത്ത ബീട്രൂട്ട് പുട്ട് കുത്തിയിട്ട് കൊടുക്കാം. കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ, എന്താ ഭംഗി. ഇനി കഴിഞ്ഞു. അപ്പം ഇനി അത് വേണ്ട. അപ്പം നമുക്ക് ചായ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് കപ്പിലോട്ട് മാറ്റി ഇനി നമുക്ക് ചായ അടിച്ച് ചായ റെഡിയായി, പുട്ട് റെഡിയായി, മുട്ട റെഡിയായി. ക്യാരറ്റ് ബീട്രൂട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട്. മുട്ട, ചായ, പഴം, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ടാറ്റാ.